സംസ്ഥാന രാഷ്ട്രീയം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പാകും ഇത്തവണ നിലമ്പൂരിൽ നടക്കാൻ പോവുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ അപ്രതീക്ഷിതമായി വന്നെത്തിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നണികൾക്ക് ജീവൻ മരണ പോരാട്ടം. എന്താണ് നിലമ്പൂർ മണ്ഡലമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിഖിൽ പ്രമേഷിന്റെ റിപ്പോർട്ട്. ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലം. ആദ്യ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം നിന്ന മണ്ഡലം പിന്നീട് പതിറ്റാണ്ടുകളോളം UDF-ന്റെ ഉരുക്കുകോട്ടയായിരുന്നു. മണ്ഡല രൂപീകരണത്തിന് ശേഷം നിലമ്പൂർ രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത് 2016 ഇടത് തരംഗത്തിൽ മണ്ഡലം PV അൻവർ പിടിച്ചെടുത്തതോടെ. നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭയും അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. 1967 കന്നി തെരഞ്ഞെടുപ്പിൽ തന്നെ മണ്ഡലത്തിൽ വീശിയത് ചുവപ്പുകാറ്റ്. K. കുഞ്ഞാലിയിലൂടെ മണ്ഡലം ഇടതിനൊപ്പം നിന്നു. എന്നാൽ 69 കുഞ്ഞാലിയുടെ അരുംകൊലയ്ക്ക് മണ്ഡലം സാക്ഷിയായി. അങ്ങനെ നിലമ്പൂരിന്റെ ആദ്യ MLA വെടിയേറ്റു മരിച്ചു. തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലം ഇടതിനെ കൈവിട്ടു. 77 80 കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലം 82 TK ഹംസയിലൂടെ ഇടതുപക്ഷം ചുവപ്പിച്ചു. 87 മുതൽ 2011 വരെ നിലമ്പൂരിന്റെ രാഷ്ട്രീയ മനസ്സ് തുടർച്ചയായി UDF-നൊപ്പം തന്നെ നിന്നു. 6 തവണ മണ്ഡലം കീഴടക്കിയ ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസ് മുന്നേറ്റത്തിന് അടിത്തറ പാകി. എന്നാൽ 2016 കാര്യങ്ങൾ മാറിമറിഞ്ഞു. സംസ്ഥാനത്താകെ ആഞ്ഞടിച്ച ഇടതു സുനാമിയിൽ 47.91% വോട്ടുകൾ നേടി PV അൻവർ എന്ന മുൻ കോൺഗ്രസുകാരൻ മണ്ഡലം UDF-ൽ നിന്ന് പിടിച്ചെടുത്തു. കക്കാടംപൊയിലിലെ PV അൻവറിന്റെ PVR നാച്ചുറൽ പാർക്കിലെ അനധികൃത നിർമ്മാണങ്ങളും MLA മണ്ഡലത്തിലില്ലെന്ന വ്യാപക പരാതികൾ ഉയർന്നിട്ടും 2021 അൻവറിന് നിലമ്പൂരിൽ പാർട്ടി സീറ്റ് നൽകി. കടുത്ത മത്സരത്തിൽ VV പ്രകാശിനെ പരാജയപ്പെടുത്തി 2700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അൻവർ മണ്ഡലം പിടിച്ചെടുത്തപ്പോൾ ഇടതണികൾക്കിടയിലെ സൂപ്പർ ഹീറോ ആയി അൻവർ. പോരാട്ടം കടുത്ത കഴിഞ്ഞ തവണ മണ്ഡലം നിലനിർത്താനായെങ്കിലും PV അൻവറിന് ലഭിച്ചത് അന്തരിച്ച VV പ്രകാശിനേക്കാളും കേവലം 2700 വോട്ടുകൾ മാത്രം. പിണറായിയുമായി പിണങ്ങി MLA സ്ഥാനം രാജിവെച്ച അൻവറിന്റെ കസേരയിലേക്ക് ആരെത്തിയാലും അത് ചരിത്രം. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന UDF പ്രചരണത്തെ ചെറുക്കാൻ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റെന്ന് തെളിയിക്കാൻ ഇടതുപക്ഷത്തിന് മണ്ഡലം നിലനിർത്തിയേ മതിയാകൂ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ UDF ഭരണം വരാൻ പോകുന്നു എന്ന് ഉറപ്പിക്കാൻ UDF-ന് വിജയം അനിവാര്യം. നിലമ്പൂരിലെ ഇത്തവണത്തെ പോരാട്ടത്തെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം. നിലമ്പൂർ പോര് PV അൻവറും LDF-ഉം തമ്മിലാണ്. UDF-നെ വിജയിപ്പിക്കാൻ PV അൻവർ അരയും തലയും മുറുക്കി ഇറങ്ങുന്നതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് ഒരു സുരക്ഷിത മണ്ഡലം കിട്ടാൻ UDF-നെ ഇത്തവണ നിലമ്പൂരിൽ വിജയിപ്പിക്കേണ്ടത് മറ്റാരെക്കാളും PV അൻവറിന്റെ മാത്രം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ അരയും തലയും മുറുക്കി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ് ഇടതു വലതു മുന്നണികൾ.